സുഹൃത്തെ, ഞാൻ ജസ്റ്റിൽ മാസ്റ്റേജിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ നിരവധി അവസരങ്ങളുണ്ട്, അതിനെക്കുറിച്ചിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റേജ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ ചെയ്യൂ. ഇത് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ജയ്പൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു റെയിൽവേ ആണ്. അതിലേക്ക് ഇപ്പോൾ അപ്രൻറ്റിഷിപ്പ് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഈ മാസം 2-ാം തീയതിയാണ്. നിങ്ങൾക്ക് അപ്ലിക്കേഷന് ഈ മാസം 10-ാം തീയതി ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫെബ്രുവരി 10-ാം തീയതി വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. 1646 വേക്കൻസികളുണ്ട്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, മോഡ് ഓഫ് സെലക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെയും നിങ്ങളുടെ ഐ ടി ഐ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ 10ാം ക്ലാസ് പ്ലസ് ITI ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ മിനിമം 50% മാർക്ക് വേണം, പിന്നെ ITIയുടെ മാർക്കും വേണം. അത് രണ്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചവർക്കായിരിക്കും സെലക്ഷൻ കിട്ടുക. ഓക്കെ, പിന്നീട് ഇതിൽ നോക്കാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്കാണ്, അത് ഈ റെയിൽവേ സോണിലുള്ള ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഡിവിഷണൽ റെയിൽവേ മാനേജേഴ്സ് ഓഫീസ് അജ്മീർ, അല്ലെങ്കിൽ ബിക്കാനീർ, അല്ലെങ്കിൽ ജയ്പൂർ, അല്ലെങ്കിൽ ജോധ്പൂർ, അല്ലെങ്കിൽ അജ്മീർ എന്നുള്ള BTC കാരേജ്, BTC ലോക്കോ അജ്മീർ, അല്ലെങ്കിൽ കാരേജ് വർക്ക്ഷോപ്പ് ബിക്കാനീർ, അല്ലെങ്കിൽ കാരേജ് വർക്ക്ഷോപ്പ് ജോധ്പൂർ. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇതിലേക്ക് ഓരോരോ യൂണിറ്റുകളിലുള്ള വേക്കൻസികൾ ഇവിടെ പറയുന്നുണ്ട്. പ്രധാനമായിട്ട് വരുന്ന ട്രേഡ് വേക്കൻസികൾ ഇലക്ട്രിക്കൽ കോച്ചിങ്, ഇലക്ട്രിക്കൽ പവർ, ഇലക്ട്രിക്കൽ TRD, കാർപ്പൻ്റർ എഞ്ചിനീയറിംഗ്, പെയിൻറ്റർ, മേസൺ, പൈപ്പ് ഫിറ്റർ, കാർപ്പൻ്റർ, ഡീസൽ മെക്കാനിക്ക്, അതുപോലുള്ള വേക്കൻസികളാണ്. അതെന്ന് വെച്ചാൽ വെൽഡർ, അതേമാതിരിയുള്ള ഫുൾ കംപ്ലീറ്റ് വേക്കൻസികളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് പർട്ടിക്കുലർ ട്രേഡ് ഏതാണോ ആ ട്രേഡ് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. പെയിൻറ്റർ, ഫിറ്റർ, വെൽഡർ, അങ്ങനത്തെ ട്രേഡുകൾ തന്നെയാണ് വേക്കൻസികളുള്ളത്. ഓക്കെ, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് വെച്ചാൽ ഏജ് ലിമിറ്റ് 15 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതായത് നിങ്ങൾ 10/2/2024 അടിസ്ഥാനത്തിലാണ് പ്രായം കണക്കാക്കുക. 15 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നീട് SC/STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത്. എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് അതിൻ്റേതായിട്ടുള്ള ഇളവുണ്ടാവും. മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞത് 10ാം ക്ലാസ് 50% മാർക്കോട് കൂടി, പിന്നെ NCVT, SCVT, ITI കഴിഞ്ഞവർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ്. SC/STക്കാർക്ക് ഫീസില്ല, ബാക്കിയുള്ള എല്ലാവർക്കും. SC/STക്കും വുമൺ കാൻഡിഡേറ്റ്സിനും ഫീസില്ല, ബാക്കി എല്ലാവരും 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്ലൈ ചെയ്യാൻ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. വെബ്സൈറ്റ് www.rrcjaipur.in എന്നുള്ള വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാം. അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫെബ്രുവരി 10ാം തീയതി വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്തായാലും അപ്രന്റീസ്ഷിപ്പ് വേക്കൻസികൾ നോക്കി നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകും ITI കഴിഞ്ഞിട്ട്. അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എന്നാൽ ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോ നോക്കാനുള്ളത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സോൺ നെക്സ്റ്റ് വീഡിയോ.